Good morning, ma'am. Good morning to all. Good morning, ma'am. Okay. നമ്മൾ മോർച്ചറി സർവീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ എവിടെ വരെ പഠിച്ചേ കഴിഞ്ഞ ക്ലാസ്സില്? Maintain the mortuary environment. മോർച്ചറി എൻവയോൺമെന്റ് വരെ എടുത്തത്. ഓക്കെ, ഏതൊക്കെയാണ് മോർച്ചറിയുടെ ടൈപ്സ്? ഏതൊക്കെയാ മോർച്ചറി ടൈപ്സിലെ ടൈപ്സ് ഓഫ് മോർച്ചറി ഏതൊക്കെയാ? Waiting mortuary, hospital mortuary, private mortuary. ഓക്കെ, ഇല്ല വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയാണ്? എന്താണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ നമ്മൾ ചെയ്യാ? Deceased ആയ പേഴ്സണ് ഡെഡ് ആയിനെന്ന് ഉറപ്പുവരുത്തുന്നവരെ ഉറപ്പുവരുത്തുന്നവരെ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അല്ലെ. ഇനി ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിലോ? അവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രൊസീജിയർ എന്താണ് ഹോസ്പിറ്റൽ മോർച്ചറിയില്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊസീജിയർ ഏതാ? ഓട്ടോപ്സിക്കും ഫോറൻസിക് ഓട്ടോപ്സി അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ്മോർട്ടം പോലെയുള്ള അല്ലെ ഫോറൻസിക് പർപ്പസസിന് വേണ്ടിയിട്ട്. ദെൻ പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറിയുടെ പ്രത്യേകത എന്താണ്? ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും അല്ലെ. അവിടെ എന്തിനു വേണ്ടിയിട്ടാ? ബ്യൂറിയൽ അല്ലെങ്കിൽ ക്രിമേഷന് മുൻപായിട്ട് അല്ലെ, അടക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് മുൻപായിട്ട് നമുക്ക് ഡെഡ് ബോഡീസിനെ വെയിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി. മൂന്നെണ്ണമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നെക്സ്റ്റ് പഠിച്ചത് നമ്മൾ എന്താ? മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോപ്സി കുറച്ചും കൂടി ഉള്ള ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം. അപ്പൊ നിങ്ങൾ ആ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് കുറച്ചും കൂടി വായിക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോട്ട് എടുത്ത് ഒന്ന് എഴുതി വെച്ചോ. ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം, an examination of body and examination of body and examination of body after death, an examination of body after death, an examination of body after death to determine, an examination of body after death. Next sentence ആണ് to determine the exact cause of death. 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 കിട്ടിയോ? ഓട്ടോപ്സി, an examination of body after death. എന്താണ് ആഫ്റ്റർ ഡെത്ത്? മരണത്തിന് ശേഷം അല്ലെ. മരണത്തിന് ശേഷം ബോഡി എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു, പരിശോധനകൾ നടത്തുന്നു. ടു ഡിറ്റർമൈൻ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നത്? ടു ഡിറ്റർമൈൻ ദി എക്സാക്ട് കോസ് ഓഫ് ഡെത്ത്. വളരെ കൃത്യമായിട്ടുള്ള മരണകാരണം അല്ലെ, ആ ഒരു വ്യക്തി മരിക്കാനുണ്ടായ ആ മരണകാരണം വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഡിക്കൽ പരിശോധനകൾ നടത്തുന്നത്. ഇങ്ങനെയുള്ള മെഡിക്കൽ പരിശോധനകളാണ് ഫോറൻസിക് രീതിയിലുള്ള മെഡിക്കൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഓട്ടോപ്സി രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ക്ലിനിക്കൽ രീതിയിലും മെഡിക്കോ ലീഗൽ കേസസ് പോലെയുള്ള കേസിലും ഉള്ള രണ്ട് രീതിയിലുള്ള മെഡിക്കൽ പരിശോധനകൾ നമ്മൾ നടത്തി ആ ഒരു ഡെഡ് ബോഡിയെ പരിശോധനകൾ നടത്തി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടെത്താൻ പറ്റും? ആ ഒരു മരണ കാരണം അല്ലെ, അവര് മരിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്. അതുപോലെ തന്നെ ഇപ്പൊ ലീഗൽ കേസസ് ആണെങ്കിൽ അവിടെയുള്ള ആ ഒരു മരണ സമയം, അതുപോലെ ആ ഒരു സന്ദർഭം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയണോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്.
മരിക്കുന്നതിന് ശേഷം മരണശേഷം ആ ഒരു ഡെഡ് ബോഡിയെ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു, പരിശോധനകൾ നടത്തുന്നു. എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് കോസ് ഓഫ് ഡെത്ത്. അവരുടെ ആ ഒരു വളരെ കൃത്യമായി ശരിയായിട്ടുള്ള ഒരു മരണ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ പരിശോധനകൾ മരണത്തിന് ശേഷം, മരിച്ചു കഴിഞ്ഞതിന് ശേഷം പരിശോധനകൾ നടത്തുന്നത്. ഡിറ്റർമൈൻ എന്ന് പറയുന്നത് നിശ്ചയിക്കുക കേട്ടോ, നിശ്ചയിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക, നിശ്ചയിക്കുക എന്നുള്ള മീനിങ് ആണ്. അത് ആ കൃത്യമായുള്ള മരണ കാരണം എന്താണെന്ന് നിശ്ചയിക്കുക അല്ലെങ്കിൽ സ്ഥിരീകരിക്കുക. ഓക്കെ, നോക്കിയപ്പോ ഓട്ടോപ്സി. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്. കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം അല്ലെ, മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം എന്നുള്ള മീനിങ് ആണ് കോപ്സ് വരുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസസ്. ഓട്ടോപ്സി എന്ന് പറയുന്നത് ലിറ്ററലി എന്താണ്? സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്, ഒരു മൃതദേഹം അല്ലെങ്കിൽ ഒരു ശവശരീരത്തിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യുക, അതിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നത് രണ്ട് രീതിയിലാണ്. is carried out for clinical as well as medico legal purposes. ക്ലിനിക്കൽ എന്ന് പറയുന്നത് എന്താ? അവിടെ ആ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും രോഗമായിട്ടൊക്കെയാണ് മരണപ്പെട്ടതെങ്കിൽ അതൊരു ക്ലിനിക്കൽ കണ്ടീഷനിൽ വരുന്നതാണ്. അവരുടെ ആ ഒരു രോഗ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ഓട്ടോപ്സിയാണ് അവിടെ വരുന്നത്. എന്നാൽ മെഡിക്കോ ലീഗൽ പർപ്പസസ് വരുമ്പോൾ എങ്ങനെയാണ്? ലീഗൽ ആസ് വെൽ ആസ് മെഡിക്കൽ ആസ്പെക്ട്സുകൾ ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ അല്ലെങ്കിൽ എന്താണ്? ഒരു ലീഗൽ കേസുകൾ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വൈദ്യ പരിശോധനകൾ നടത്തി അവിടെ ആ ഒരു മരണകാരണവുമായി ബന്ധപ്പെട്ട മരണകാരണം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു മരണകാരണം, ആ സമയം അല്ലെ, ആ ഒരു മരണ സമയം ഒക്കെ നമുക്ക് കൃത്യമായി പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തെളിവുകൾ ഈ ഒരു അവരെ ആ ഒരു എന്താണ് കുറ്റകൃത്യം ചെയ്തത് വഴിയാണ് അങ്ങനെ ഒരാൾ മരണപ്പെട്ടതെങ്കിൽ ആ ഒരു മരണം ചെയ്ത ആ മരണം നടത്തിയ ആ ഒരു വ്യക്തി അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഡിക്കോ ലീഗൽ കേസ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കോ ലീഗൽ പരമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു രോഗിയുടെ മരണ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ എന്ത് ഡിസീസ് കൊണ്ട് അല്ലെങ്കിൽ എന്ത് രോഗം മൂലമാണ് അവർ മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ക്ലിനിക്കൽ ആയിട്ടുള്ള ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു, അതിനെ പഠന വിധേയമാക്കുന്നു. അങ്ങനെ സ്റ്റഡി ചെയ്യുന്നത് വഴി നമുക്ക് ക്ലിനിക്കലായിട്ടും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ പർപ്പസസ് വഴി പർപ്പസസും നമുക്ക് ഇതിൽ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ അത് രണ്ട് പ്രൊസീജിയർ, ഈ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ളിൽ വരുന്ന രണ്ട് പ്രൊസീജിയേഴ്സ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയും എന്താണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും. അത് രണ്ടും നിങ്ങൾക്ക് ഇതിനുള്ളിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കി, ക്ലിനിക്കൽ ഓട്ടോപ്സി ഫസ്റ്റ് വൺ വരുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓട്ടോപ്സി എന്താണ്? അവിടെ ആ ഒരു ഡെഡ് ബോഡീസ് മരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു അല്ലെ, അവരെ എക്സാമിൻ ചെയ്യുന്നു, പരിശോധനകൾ നടത്തുന്നു. എന്തിനു വേണ്ടിയാ? ആ ഒരു മരണ കാരണം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, സെക്കൻഡ് വൺ ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എന്താണ്? പാത്തോളജിക്കൽ എന്ന് കൂടി അറിയപ്പെടുന്നു. ഇറ്റ്സ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. അവിടെ എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ ചെയ്യുന്നത്? ഇറ്റ്സ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. അവിടെ ആ ഒരു രോഗകാരണം അല്ലെ, ആ ഒരു രോഗത്തിന്റെ നിർണയം വിച്ച് ഹാസ് ലീഡ് ടു ദ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക് അല്ലെങ്കിൽ മരണം. ആ മരണത്തിലോട്ട് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന ആ ഒരു രോഗത്തിന്റെ രോഗനിർണയം അല്ലെങ്കിൽ ആ ഒരു ഏത് രോഗമാണോ അവരെ ആ ഒരു മരണത്തിലേക്ക് നയിച്ചത് ആ ഒരു രോഗത്തെ കുറിച്ചുള്ള ആ ഒരു രോഗത്തിന്റെ രോഗനിർണയം നടത്തുന്നു. വെൻ ആന്റിമോർട്ടം എഫേർട്സ് ഹാവ് ഫെയിൽഡ്. ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപ് അല്ലെ, ആന്റിമോർട്ടം മരണത്തിന് മുൻപ്. അപ്പൊ മരണത്തിന് മുൻപുള്ള ശ്രമങ്ങള്
പരാജയപ്പെടുമ്പോൾ, അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ഒന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, അവരുടെ ആ ഒരു മരണ സമയത്ത് അതിനു മുൻപ് നമുക്ക് ആ ഒരു എക്സാക്ട് കോസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു മരിക്കാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് അവർ നയിച്ചായിട്ടുള്ള ഒരു കാരണം നമുക്ക്, അല്ലെങ്കിൽ എന്ത് രോഗം കൊണ്ടാണ് അവർ മരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കണ്ടെത്താൻ പറ്റില്ല അല്ലെ. അതൊരു അസ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ട് മരിച്ചതല്ല. എന്തെങ്കിലും അസുഖമായിട്ട് അവർ കുറെ നാള് കിടന്ന് മരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇന്ന രോഗം മൂലമാണ് അയാൾ മരിച്ചത് എന്ന് പറയാം. എന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണത്താലൊക്കെ ഒരാൾ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ അതൊരു അസ്വാഭാവികമായിട്ടുള്ള ഡെത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മരണ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ആ ഒരു മരിക്കുന്നതിന് മുൻപ് ആ ഒരു മരണ കാരണം നമുക്ക് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു രോഗനിർണയം നടത്താൻ ുള്ളൊരു ശ്രമം നമുക്ക് അവിടെ പറ്റുന്നില്ല അല്ലെ. ആ ഒരു ശ്രമം നമുക്ക് അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാരണം നമുക്ക് പിന്നീട് ആ ഒരു മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ശ്രമം നമുക്ക് അവിടെ നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ആ വ്യക്തി എന്ത് രോഗത്താലാണ് മരണത്തിലേക്ക്, ഏത് രോഗം മൂലമാണോ ഒരു മരണത്തിലേക്ക് നയിച്ചത് ആ രോഗ നിർണയം നടത്തുന്നതിനെയാണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ നെക്സ്റ്റ് രണ്ടെണ്ണം അതിന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ക്ലിനിക്കൽ ഓട്ടോപ്സി ഇത്ര മാത്രമാണ്. എന്താണ് അതിനെ മറ്റൊരു പേര് കൂടി പറയുന്നത്, എന്താ, പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഇവിടെ എപ്പോഴും രോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് അല്ലെ. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ. അപ്പൊ അങ്ങനെ കൺസെപ്റ്റ് ചെയ്ത് നിങ്ങൾ അതൊന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇനി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. അവരുടെ ആ ഒരു മോർട്ടാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു മരണത്തിലേക്ക്, ഏത് രോഗമാണ് അവർ ആ മരണത്തിലേക്ക് നയിച്ചത്, ആ രോഗം ഏതാണെന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ ചെയ്യുന്നത്. വെൻ ആന്റിമോർട്ടം എഫേർട്സ് ഹാവ് ഫെയിൽഡ്. ആന്റിമോർട്ടം എന്ന് പറയുന്ന മരണത്തിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മരണത്തിന് മുൻപുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ, അപ്പൊ മരണത്തിന് മുൻപുള്ള ശ്രമങ്ങൾ പരാജയപ്പെടാന്ന് പറയുന്നത് നമുക്ക് അവിടെ മരണത്തിന് മുൻപ് ഇന്നൊരു രോഗമാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ ആ ഒരു രോഗം കൊണ്ട് തന്നെയാണോ അവർ മരിച്ചെന്നുള്ളത് കൂടി നമ്മൾ സ്ഥിരീകരിക്കണമല്ലോ. അപ്പൊ ആ ഒരു രോഗം അവർക്ക് ഉണ്ടെന്ന് നമുക്ക് മുമ്പ് അറിയാമെങ്കിൽ പോലും ആ ഒരു രോഗം കൊണ്ട് തന്നെയാണോ അവർ ഇപ്പൊ യഥാർത്ഥത്തിൽ അവർ മരണപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. കിട്ടിയോ? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സിയില് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഇനി എന്തൊക്കെ പർപ്പസസ് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യകതകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഫസ്റ്റ് പറയുന്ന പോയിന്റ്, ഒരു 2 പോയിന്റ് പഠിക്കാനുള്ളൂ. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ നോക്കി, ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസ്. ആ ഒരു രോഗത്തിന്റെ സ്വഭാവം, which has lead to death. ഏത് രോഗമാണോ അവരെ ആ ഒരു മരണത്തിലേക്ക് നയിച്ചത്, ആ ഒരു രോഗത്തിന്റെ സ്വഭാവം എന്താണ്? When antemortem attempts has failed. ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു സെന്റൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആന്റിമോർട്ടം അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ മരണത്തിന് മുൻപുള്ള ആ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ ഏത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് രോഗം മൂലമാണോ അവരെ ഏത് രോഗമാണോ അവരുടെ ആ ഒരു മരണത്തിലേക്ക് അവരെ നയിച്ചത്, ആ രോഗത്തിന്റെ സ്വഭാവം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നാമതായിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഞാനൊരു പർപ്പസ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത്, രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ടു സ്റ്റഡി പാത്തോളജി ഓഫ് ദ ഡിസീസ്. ആ ഒരു രോഗം, ഇപ്പൊ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു രോഗം, അതുപോലെ തന്നെ ഏത് രോഗമായിക്കോട്ടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, രോഗത്തിന്റെ കാരണം, അതുപോലെ രോഗം എങ്ങനെയാണ് അവരെ അതുവഴി എങ്ങനെയാണ് അവർ മരണപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി മനസ്സിലാക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്, വിച്ച് ഹാസ് ലീഡ് ടു ദ ഡെത്ത്. ഏത് രോഗം മൂലമാണോ അവർ ആ മരണത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ മരണപ്പെട്ടത്, ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, ആ സ്റ്റഡി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്
പ്രയർ ടു ഡെത്ത്. എന്താണ്? അവർ ആ ഒരു മരിക്കുന്നതിന് മുൻപ്, അതാണ് പ്രയർ ടു ഡെത്ത് എന്ന് പറയുന്നത്. അവർ ആ ഒരു മരിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. രോഗനിർണയം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രോഗനിർണയം നടത്തി ഒരാൾക്ക് ഇന്ന രോഗമാണെന്ന് നമ്മൾ ഓൾറെഡി അവർ മരിക്കുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന രോഗമുണ്ട് എന്നുള്ളത് നമ്മൾ നിർണയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ചിലപ്പോൾ ആ ഒരു രോഗത്തിന് പിന്നീട് ട്രീറ്റ്മെന്റുകൾ ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ പിന്നീട് അവരെന്ത് പെട്ടെന്നൊക്കെ ആ ഒരു രോഗത്തിന് ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ചിലപ്പോൾ അവരെന്ത് എന്താണ് സുഖം പ്രാപിച്ചു വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ഒരു മരണം അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം വരും, അല്ലെ? ആ ഒരു വ്യക്തി ഈ രോഗം കൊണ്ട് തന്നെയാണോ മരിച്ചത് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി സ്ഥിരീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ആ ഒരു രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു രോഗിയില് ആ ഒരു രോഗം കൊണ്ട് തന്നെയാണ് മുൻപ് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്ന ആ ഒരു രോഗം കൊണ്ട് തന്നെയാണോ ആ വ്യക്തി മരണപ്പെട്ടത് എന്നുകൂടി ഒന്നുകൂടി നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റും? ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി കൊണ്ട് പറ്റും. അപ്പൊ ഒന്നാമത്തെ കേസ് പറഞ്ഞ എന്താ? ക്ലിനിക്കൽ ഓട്ടോപ്സി, പെട്ടെന്ന് മരണമടഞ്ഞ ആളുകൾ. അപ്പൊ അവർക്ക് മുൻപ് ചിലപ്പോ വേറൊരു രോഗത്തിന്റെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് അവരങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസുകളൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കാറില്ലേ? അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവർ എന്തെങ്കിലും രോഗത്താൽ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുകയില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് മരണപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർ ആ മരിച്ചതിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു രോഗി ഏത് കാരണത്താലാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് രോഗമാണ് അവർ ആ ഒരു മരണത്തിലേക്ക് ലീഡ് ചെയ്തത് അല്ലെങ്കിൽ നയിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുൻപ് അവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ അതിനു മുൻപ് അവിടെ എന്ത് ചെയ്തിട്ടില്ല? ഒരു ഡയഗ്നോസിസോ രോഗനിർണയോ ഒന്നും നടത്തിയിട്ടില്ല. പെട്ടെന്ന് അവർക്ക് ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി അവർ മരിക്കുകയാണ്. അപ്പൊ അതോടുകൂടി നമ്മൾ അതിന് ശേഷമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഏത് രോഗമാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് ബാധിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഓട്ടോപ്സി അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രൊസീജിയർ വഴിയാണ് നമ്മൾ കണ്ടെത്തുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞത് എന്താണ്? അവർക്ക് ഓൾറെഡി അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളായിട്ട് അവർ ട്രീറ്റ്മെന്റുകളിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ മുൻപൊക്കെ അവർക്ക് അങ്ങനെ ഒരു രോഗം നമുക്ക് ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകുന്ന ഒരാളായിരിക്കും. പെട്ടെന്ന് മരണം അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവരുടെ മരണത്തിന് മുമ്പ് ഒരു രോഗമുണ്ട് എന്നവർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയഗ്നോസ് ചെയ്ത് നിരീക്ഷിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു കാരണം തന്നെ ഇപ്പൊ ആ ഒരു ഡിസീസ് കൊണ്ട് തന്നെയാണോ അവര് മരണപ്പെട്ടത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം അവര് മരണപ്പെടാനുണ്ടായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി നമുക്ക് സ്ഥിരീകരിക്കണമല്ലോ, നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമ്പോ അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് നമ്മൾ ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. കിട്ടിയോ? രണ്ട് പോയിന്റ്സിന്റെ ചെറിയൊരു വ്യത്യാസം മനസ്സിലായോ? രണ്ട് പർപ്പസ് കിട്ടിയോ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്ന് പറയുന്നത്. രണ്ടെണ്ണോട് നമ്മൾ പറഞ്ഞു. ഓട്ടോപ്സിയിൽ തന്നെ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ രണ്ട് പർപ്പസും നമ്മൾ പറഞ്ഞു. ഇനി മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്താണെന്ന് നോക്കിയേ. ഈസ് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിംഗ് answers to questions about the identity, cause of death, time of death, situations of death, etc. is benefiting the law enforcing agencies to settle the crime. ഇവിടെ മെഡിക്കോ ലീഗൽ അല്ലെങ്കിൽ ML ഓട്ടോപ്സി, ML എന്ന് പറയുന്ന ആ ഒരു വേർഡ് ML ഓട്ടോപ്സിയുടെ എക്സ്പാൻഡഡ് ഫോമുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ML ഓട്ടോപ്സി അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസിന് അവർക്ക് ആൻസേഴ്സ് കിട്ടിയിരിക്കണം. അതാണ് ഇവിടെ ML ഓട്ടോപ്സിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവർക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസറുകൾ ഈ ഒരു ഓട്ടോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത് വഴി കിട്ടണം. അതാണ് ഇവിടെ ML ഓട്ടോപ്സിയിൽ ചെയ്യുന്നത്. എന്തിന്റെയൊക്കെ ആൻസേഴ്സ് ആണ് നോക്കിയേ? about the identity, അവരുടെ ആ ഒരു വ്യക്തിത്വം, ഏത് വ്യക്തിയാണോ മരിച്ചത്. ഇപ്പൊ നമുക്ക് ചില വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും അവരുടെ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ആ ഡെഡ് ബോഡീസ് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് പിന്നീടുള്ള ആ ഒരു എന്താണ് എവിഡൻസുകൾ കളക്ട് ചെയ്യാനും അതുവഴി നമുക്ക് ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം അല്ലെ. ഇവിടെ കൂടുതലും മെഡിക്കൽ ലീഗൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കേസസ് ആണ് അല്ലെ, ലീഗൽ കേസസിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടങ്ങളാണ്. അപ്പൊ ആ ഒരു വ്യക്തിയിൽ നമുക്ക്
തിരിച്ചറിയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് വ്യക്തിയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ ഏതാണ് അവരുടെ ആ ഒരു വ്യക്തിത്വം ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആരാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഏതാണ് അയാളുടെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ, കോസ് ഓഫ് ഡെത്ത്, അവര് മരിക്കാനുണ്ടായതായിട്ടുള്ള അവരുടെ കൃത്യമായ മരണ കാരണം എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനൊക്കെ ആൻസറുകൾ കിട്ടണം നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് വഴി. മൂന്നാമതായി ചോദിക്കുന്നത് എന്താ, ടൈം ഓഫ് ഡെത്ത്. ഇപ്പൊ നമുക്കറിയാം അവരുടെ ആ ഒരു മരണം അടഞ്ഞതായിട്ടുള്ള ഏകദേശം സമയം ഇത്ര മണിക്കും ഇത്ര മണി മുതൽ ഇത്ര മണിയുടെ ഇടയിലായിരിക്കും, ഒരു മരണം അടഞ്ഞിട്ട് ഇത്ര മണിക്കൂറുകളായി എന്നുള്ള രീതിയിലുള്ള ടൈം ഓഫ് ഡെത്ത്, അവരുടെ ആ ഒരു മരണ സമയം അത് ഏകദേശം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ എന്താ, സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, ആ മരിക്കാനുണ്ടായതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സന്ദർഭം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നമുക്ക് ഈ ഒരു മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് വഴി കിട്ടിയിരിക്കണം. ഓക്കെ, ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള ആൻസറുകൾ കിട്ടുന്നത്? ഈസ് ബെനിഫിറ്റിംഗ് ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ്, നിയമനിർവഹണ ഏജൻസികൾ, അവർക്ക് ഇത് പ്രയോജനപ്രദമാണ്. ഇതിനു വേണ്ടിയിട്ടാ, ടു സെറ്റിൽ ദ ക്രൈം, ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തെ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിയമനിർവഹണ ഏജൻസികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രയോജനപ്രദമാണ്. അങ്ങനെ പ്രയോജനപ്രദമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്. കിട്ടിയോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ എനിമൽ ഓട്ടോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസിന് അവർക്ക് നമുക്ക് ആൻസറുകൾ കിട്ടണം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഐഡന്റിഫിക്കേഷൻ, ഐഡന്റിഫൈ ചെയ്യുക, ഏത് വ്യക്തിയാണോ മരണമടഞ്ഞത് ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരാരാണ് ആ വ്യക്തി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ കോസ് ഓഫ് ഡെത്ത്, അവരുടെ ആ ഒരു മരണ കാരണം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ടൈം ഓഫ് ഡെത്ത്, കൃത്യമായ മരണസമയം ഐഡന്റിഫൈ ചെയ്യുക. സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, അവർ മരിക്കാനുണ്ടായതായിട്ടുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന പോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടുന്നത് വഴി അത് ആർക്ക് പ്രയോജനപ്രദമാണ്? ഇസ് ബെനിഫിറ്റിംഗ് ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ്, അല്ലെങ്കിൽ നിയമനിർവഹണ ഏജൻസികൾക്ക് അത് പ്രയോജനപ്രദമാവുകയും അങ്ങനെയുള്ള ക്രൈമുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് അത് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് ഇവർക്ക് അത് ബെനിഫിഷ്യൽ ആയി മാറുകയും ചെയ്യുന്നു. കിട്ടിയോ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി? ഓക്കെ, ഇനി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിക്കും നമുക്ക് പർപ്പസസ് ഉണ്ട്. പർപ്പസ് ഓഫ് ML എന്നാണ് കേട്ടോ, ML അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്നാക്കുക കേട്ടോ. ML ആണ്, MI എന്നാണ് കിടക്കുന്നത് എല്ലാവർക്കും. ഓക്കെ, പർപ്പസ് ഓഫ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. ഇവിടെ പറയുന്നത് ആ ഒരു പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുന്നത് മാത്രം. അപ്പൊ നിങ്ങൾ ആ ഒരു ജസ്റ്റ് അതിന്റെ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, ആ ഒരു മരണ കാരണം, വളരെ കൃത്യമായിട്ടുള്ള മരണ കാരണവും അതുപോലെ തന്നെ ആ മരിക്കാനുണ്ടായ ആ ഒരു മരണ രീതിയും കണ്ടെത്തുക. അതാണ് മാനർ എന്ന് പറയുന്നത്. ആ മരണത്തിന്റെ ആ ഒരു രീതി എങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള ആ ഒരു മരണ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ആദ്യം എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് ഈ ML ഓട്ടോപ്സി വഴി നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്. ഡിസീസ്ഡ് ആരാണ്? ആ മരണമടഞ്ഞ വ്യക്തി അല്ലെ. ആ മരണമടഞ്ഞ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്താണെന്നുള്ളത് സ്ഥാപിക്കുക. ഏതാണ് വ്യക്തി, എവിടെയാണ് അവരെവിടെ, എങ്ങനെയുള്ള ആളാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം. നമുക്ക് ചിലപ്പോൾ ചിലവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ഏത് വ്യക്തിയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെ. അപ്പൊ അത് അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് നമ്മളത് ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഐഡന്റിറ്റി വ്യക്തിത്വം എന്താണെന്നുള്ളത് തെളിയിക്കുക. മൂന്നാമതായി പറഞ്ഞത് ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, എപ്പോഴാണ് ആ ഒരു മരണം നടന്നിട്ട് എത്ര സമയമായി അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനിടയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ മരണസമയവും ആ മരണവുമായി ബന്ധപ്പെട്ട സമയം അത് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ML ഓട്ടോപ്സി ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കും.
ഫോർത്ത് വൺ നോക്കി, ടു കളക്ട് ട്രേസ് എവിഡൻസ്. എന്താണ് ട്രേസ് എവിഡൻസ്? തെളിവുകൾ അല്ലെ, തെളിവുകൾ ശേഖരിക്കുക. അതാണ് നാലാമതായിട്ട് പറയുന്നത്. ടു കളക്ട് ട്രേസ് എവിഡൻസ്, തെളിവുകളൊക്കെ ശേഖരിച്ചു വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ML ഓട്ടോപ്സി ചെയ്യുന്ന ഒരു പർപ്പസ് വഴി ചെയ്യാൻ പറ്റും. ഫിഫ്ത് വൺ നോക്കി, ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനരാവിഷ്കരണം. ഇത് ആ ഒരു ക്രൈം സീൻ, എങ്ങനെയാണ് ആ ഒരു മരണം നടന്നത് എന്നുള്ള ആ ഒരു സന്ദർഭം എന്ത് ചെയ്യുന്നു? പുനരാവിഷ്കരിക്കുന്നു. അല്ലെങ്കിൽ അതെന്താണ്? വീണ്ടും ആ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സീൻ എന്ത് ചെയ്യുന്നു? നമ്മൾ റീക്രിയേറ്റ് ചെയ്യും അല്ലെ. അതിനു വേണ്ടിയിട്ടും അതെങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയാലേ നമുക്ക് ആ ഒരു പുനരാവിഷ്കരണം നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ML ഓട്ടോപ്സിയുടെ പർപ്പസുകൾ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കി, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. അവർ ആ മരിച്ച ആ ഒരു മരണ രീതി, അതുപോലെ തന്നെ മരണത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താണ്? ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. ആ മരണമടഞ്ഞ വ്യക്തിയുടെ വ്യക്തിത്വം, അവരുടെ ആ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ? ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്. മരണമടഞ്ഞ അല്ലെങ്കിൽ മരണം നടന്നിട്ട് എത്ര സമയമായി എന്നുള്ളത് എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഫോർത്ത് വൺ, ടു കളക്ട് ട്രേസ് എവിഡൻസ്. തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടാണ് ML ഓട്ടോപ്സിസ് ചെയ്യാറ്. പിന്നെ ഫിഫ്ത് വൺ എന്താ? റീഓർഗനൈസേഷൻ ഓഫ് ദി ക്രൈം സീൻ, അല്ലെങ്കിൽ പുനരാവിഷ്കരണം നടത്തുക അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക. ആ ഒരു മരണം ഉണ്ടായ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സീൻ, അവിടുത്തെ ആ ഒരു എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ML ഓട്ടോപ്സി പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. കിട്ടിയോ? പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. പർപ്പസ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, നോക്കിയാ കേട്ടോ. Even though the procedure of both the autopsies is the same, they are dissimilar in some aspects. രണ്ട് പ്രൊസീജിയറും, ഓട്ടോപ്സിയുടെ രണ്ട് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാ? ക്ലിനിക്കൽ ഓട്ടോപ്സി പ്രൊസീജിയർ, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പ്രൊസീജിയർ. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതിനുള്ളിൽ നടക്കുന്ന പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ, ചില ആസ്പെക്ട്സുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇത് തമ്മിലുള്ളൂ. Then usually the clinical autopsy is performed by the pathologist. Clinical autopsy perform ചെയ്യുന്നത് ആരാണ്? ആരാണ് ഒരു പാത്തോളജിസ്റ്റ്? പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? പാത്തോളജിസ്റ്റ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ പാത്തോളജിസ്റ്റ്? ആരാണ് പാത്തോളജിസ്റ്റ്? പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ. അപ്പോ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആരാണ് പാത്തോളജിസ്റ്റുകള്? ആരാണ്? മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. അവരെന്താണ് ചെയ്യുന്നത്? ഓരോ രോഗത്തെയും അതിന്റെ ആ ഒരു കാരണങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും സ്റ്റഡി നടത്തുകയും ചെയ്യുന്ന, അതെ, സ്പെഷ്യലിസ്റ്റ് ഇൻ ഡിസീസ് കോസിംഗ് മൈക്രോബ്സ് അല്ലെ. മൈക്രോബ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ് രോഗകാരണങ്ങൾ, രോഗം വരുത്തുന്നതായിട്ടുള്ള മൈക്രോബ്സ് ഏതാണ്, അതെങ്ങനെയാണ് രോഗം വരുത്തുന്നത്, അതിനെങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ML ഓട്ടോപ്സി അത് ചെയ്യുന്നത് ആരാണ് പാത്തോളജിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പാത്തോളജിസ്റ്റ് ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, ML ഓട്ടോപ്സി അതേസമയം മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുകളാണ്. എന്താണ് ഫോറൻസിക് എക്സ്പേർട്ടുകൾ? ഫോറൻസിക് വിദഗ്ധരാണ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം, മേജർ ഡിഫറൻസ് ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റുകളും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുകളുമാണ്. അപ്പൊ എന്താണ് ആ പാത്തോളജിസ്റ്റ് എന്നൊന്ന് എഴുതി വെച്ചോ കേട്ടോ. പാത്തോളജിസ്റ്റും ഫോറൻസിക് എക്സ്പേർട്ടും എന്താണെന്നുള്ളത് എഴുതി വെച്ചു. പാത്തോളജിസ്റ്റ്, ഫസ്റ്റ് പാത്തോളജിസ്റ്റ് എന്താണെന്ന് എഴുതിക്കോ കേട്ടോ. പാത്തോളജിസ്റ്റ്, a doctor who specializes in understanding the nature and cause of disease. A doctor who specializes in understanding the nature and cause of disease. Pathologist, a doctor who specializes in understanding the
nature and cause of disease. Nature and cause of disease. ആ രോഗത്തിന്റെ സ്വഭാവം അതുപോലെ തന്നെ രോഗകാരണം ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ആര് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. പാത്തോളജിസ്റ്റ്, a doctor who specializes in understanding the nature and cause of disease. Cause of disease. കിട്ടിയോ പാത്തോളജിസ്റ്റുകള്? നെക്സ്റ്റ് വൺ ആണ് ഫോറൻസിക് എക്സ്പേർട്ട്. ഫോറൻസിക് എക്സ്പേർട്ട്. ഫോറൻസിക് എക്സ്പേർട്ട്. An expert is applying. An expert is applying scientific. An expert is applying scientific, technical or medical knowledge. Scientific, technical or medical knowledge. Scientific, technical or medical knowledge to the purpose of law. To the purpose of law. To the purpose of law. Forensic expert, an expert is applying scientific, technical or medical knowledge to the purpose of law. ലോ എന്ന് പറയുന്ന ആ ഒരു നിയമ നിർവഹണവുമായി ബന്ധപ്പെട്ട പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള, ടെക്നിക്കൽ ആയിട്ടുള്ള, മെഡിക്കൽ ആയിട്ടുള്ള നോളജുകൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ആണ് ഫോറൻസിക് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധർ എന്ന് പറയുന്നത്. അവരാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റുകളാണ്. ചോദിക്കാറുണ്ട് കേട്ടോ, ക്ലിനിക്കൽ ഓട്ടോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത് ആരാണ്? ML ഓട്ടോപ്സി ചെയ്യുന്നത് ആരാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ എടുത്ത ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. പാത്തോളജിസ്റ്റുകൾ ഒന്നുകൂടി പറയണം. പാത്തോളജിസ്റ്റ്, എ ഡോക്ടർ who specialize in understanding the nature and cause of disease. ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന്റെ സ്വഭാവം, അതുപോലെ തന്നെ രോഗത്തിന്റെ കാരണം എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഓരോ രോഗത്തെക്കുറിച്ചും ഇങ്ങനെ മനസ്സിലാക്കി ഇവരുടെ ആ ഒരു രോഗം ഇന്നതാണ്, അതിന്റെ കാരണം ഇന്നതാണ്, അതിന്റെ സ്വഭാവം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി വെച്ചാലല്ലേ അവർക്ക് അതിനനുസരിച്ച് അവരുടെ മുന്നിൽ വരുന്ന ഓരോ രോഗികളെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റഡി, ഇവിടെ പാത്തോളജി അല്ലെങ്കിൽ ആ ഒരു ഡിസീസ്, നമ്മൾ ആ ഒരു മരണ കാരണം എന്താണെന്ന്, ആ ഒരു വ്യക്തി മരിക്കാനുണ്ടായ അല്ലെങ്കിൽ മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്നതായിട്ടുള്ള ആ ഒരു മരണ കാരണം, ഏത് രോഗം മൂലമാണ് അവർ മരിച്ചത് എന്നൊന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു വ്യക്തി ജീവനുള്ള സമയത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഓൾറെഡി അവരെ ഇന്ന രോഗമാണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നിരീക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ രോഗനിരീക്ഷണം നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ അവർ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയോ അല്ലെങ്കിൽ വേറെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും അവർ കാണിക്കുന്നില്ല, അവർ നോർമൽ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർ പെട്ടെന്ന് ഒരു മരണം അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ആ ഒരു മുൻപ് ഉണ്ടായിരുന്ന ആ അസുഖം കൊണ്ട് തന്നെയാണോ അവർ മരണപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവുമോ അവർ മരണപ്പെടാനായിട്ട് എന്നുള്ള ഒരു ഡൗട്ടുകൾ വരില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി പോലുള്ള പ്രൊസീജിയർ ചെയ്തുകൊണ്ട് ആ ഒരു മരണ കാരണം എന്താണ്, ഓക്കെ, ആ ഒരു മരണ കാരണം എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യണം? സ്ഥിരീകരിക്കണം. അതിനു വേണ്ടിയാണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് നമ്മൾ പറയണം. കിട്ടിയോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, forensic expert, an expert is applying, expert എന്താ ചെയ്യുന്നത്? is applying scientific, technical or medical knowledge
ടു ദ പർപ്പസ് ഓഫ് ലോ. ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിയമ നിർവഹണവുമായി ബന്ധപ്പെട്ട ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവരവരുടെ ഈ എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ളതും അവരുടെ ടെക്നിക്കൽ ആൻഡ് മെഡിക്കൽ ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അറിവ് എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന വ്യക്തികളെയാണ് ഫോറൻസിക് എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓട്ടോപ്സി മുതലാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഡ് ബോഡീസ് അല്ലെ, മരിച്ചതിന് ശേഷം ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു, പരിശോധനകൾ നടത്തുന്നു. അവർ കറക്റ്റ് കൃത്യമായിട്ടുള്ള അവരുടെ ആ ഒരു കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത്, ക്ലിനിക്കൽ ഓട്ടോപ്സിയും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും. അതിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്, അവിടെ ആ ഒരു രോഗകാരണം, എന്ത് രോഗത്താലാണ് അവർ മരിച്ചത്, അല്ലെങ്കിൽ എന്ത് രോഗം മൂലമാണ്, അല്ലെങ്കിൽ എന്ത് രോഗമാണ് അവരുടെ ആ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ കണ്ടെത്തുന്നത്. മെഡിക്കോ ലീഗലിലാവുമ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസിന് അവർക്ക് ആൻസറുകൾ കിട്ടണം അല്ലെ. അതായത് നിയമനിർവഹണ ഏജൻസികൾക്ക് അവരുടെ ആ ഒരു ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്താണോ അതിന് കറക്റ്റ് ആയിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് അവർക്ക് ആൻസറുകൾ കിട്ടിയിരിക്കണം. ഐഡന്റിറ്റി, ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തി ഏതാണ് എന്നുള്ള വ്യക്തിത്വം എന്താണ്, അവരുടെ ആ ഒരു മരണ കാരണം എന്താണ്, അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയം, കൃത്യമായ മരണസമയം എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റുകളും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുമാണ്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? നമുക്ക് കുറച്ചൊരു 5 ക്വസ്റ്റ്യൻസ് കൂടി ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എഴുതാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പൊ നോട്ട്സ് എടുക്കുക, ക്വസ്റ്റ്യൻസ് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, mortuary service handles the dash. 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 എന്താണ് മോർച്ചറി സർവീസ് ഹാൻഡിൽ ചെയ്യുന്നത്? മോർച്ചറി സർവീസ് ഹാൻഡിൽസ് ദി ഡാഷ്. ഡെഡ് ബോഡി അല്ലെങ്കിൽ ദ പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ് അല്ലെ. ഡെഡ് ബോഡീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് എന്താ ചെയ്യുന്നത്? പ്രിസർവേഷൻ അല്ലെങ്കിൽ സൂക്ഷിക്കുക അല്ലെ, അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്. ഓക്കെ, ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയട്ടെ. Second question, mortuary is also known as dash. 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 എന്താണ് മോർച്ചറി? മറ്റൊരു പേര് എന്താ? വെരി ഗുഡ്, മോർഗ് അല്ലെ. MORGUE ആണ് കേട്ടോ, മോർഗ്. ഓക്കെ, മോർഗ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, the place where dead bodies are observed, the place where dead bodies are observed, the place where dead bodies are observed and documents examined, and documents examined. Documents examined. The place where dead bodies are observed and documents examined. ഏത് പ്ലേസ് ആണത്? The place where dead bodies are observed and documents examined. ഏത് പ്ലേസാ? ഫങ്ഷണൽ ഏരിയയിലെ ഏത് സ്ഥലമാണ് നമ്മൾ അത് ഇങ്ങനെ പഠിച്ചത്?
മോർച്ചറി ആണോ? മോർച്ചറിയിലെ ഏത് ഏരിയ ആണെന്നാണ് ചോദിക്കുന്നത്. വെരി ഗുഡ്. റിസപ്ഷൻ അല്ലെ? റിസപ്ഷൻ ഏരിയയിലാണ് മോർച്ചറിയിലെ വരുന്ന ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കുന്നതും. റിസപ്ഷൻ. ഓക്കെ. Fourth question. The proper space needed. The proper space needed. The proper space needed for trolley bay. The proper space needed for trolley bay is dash. The proper space needed for trolley bay is dash. The proper space needed for trolley bay is dash. Very good. 3m square അല്ലെ? 3m square ആണ് ഏരിയ ആണ് വേണ്ടത്. പ്രോപ്പർ സ്പേസ് വേണ്ടത് ട്രോളി ബേക്ക് വേണ്ടിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് 5th question. In negative temperature cold chambers, in negative temperature cold chambers, negative temperature cold chambers, dead bodies are kept between. In negative temperature cold chambers, dead bodies are kept between dash. ഏതാണ് ടെമ്പറേച്ചർ? In negative temperature cold chambers, dead bodies are kept between very good, -15 degrees Celsius to -25 degrees Celsius. അല്ലേ? ഓക്കെ. 5 questions ഉള്ളൂ. അപ്പൊ 5 questions നിങ്ങളുടെ ആ ഒരു മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് എഴുതി ഒരുമിച്ച് പഠിച്ചിരിക്കുക കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം. അപ്പോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്തതുണ്ടോ? റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിലാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? In negative temperature cold chambers, dead bodies are kept between dash. In negative temperature cold chambers, dead bodies are kept between dash. Kept between dash. Okay. Third question. The place where dead bodies are observed and documents examined. The place where dead bodies are observed and documents examined. ഏത് പ്ലേസ് ആണെന്ന്? ഏത് പ്ലേസിലാണ് ഡെഡ് ബോഡീസിനെ ഒബ്സർവ് ചെയ്യുന്നത്, ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യുന്നതും ഏത് പ്ലേസിലാണ്? മോർച്ചറിയിൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ? മോർച്ചറി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. മോർച്ചറിയുടെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മോർച്ചറി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ് മോർച്ചറി മറ്റൊരു പേര്? മോർഗ്. ഓക്കെ, മോർഗ്. Then first question ആൻസർ കിട്ടിയോ? The preservation of the dead bodies ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? മോർഗ്. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ റിസപ്ഷൻ. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 3 meter square. Fifth question answer -15 degrees Celsius and -25 degrees Celsius. Okay. Okay. ഏതാണ്? COPP ആണോ? പോപ്പിന്റെ മീനിങ് എന്താണ് പറഞ്ഞത്? അതായത് അവിടെ ആ ഓരോ ഹോസ്പിറ്റലിനും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ഇത്ര സ്പേസസ് വേണം എന്നുണ്ട്. അതായത് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഏരിയാസ് അവരുമായി ബന്ധപ്പെട്ട് വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ്, അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുന്ന ഹോസ്പിറ്റൽ പ്ലാനിങ് കമ്മിറ്റിയാണ് ഹോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പ്ലാനിങ് കമ്മിറ്റി പ്രകാരമാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്ന സ്പേസുകൾ ഇത്ര ഏരിയ അവർക്ക് അതിന് ഇന്ന സ്പേസിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത്ര ഏരിയ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ.
അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ പ്രകാരമാണ് നമ്മൾ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഫങ്ഷണൽ ഏരിയാസ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നതും ആ ഒരു മോർച്ചറിയിൽ ഇന്ന ഫങ്ഷണൽ ഏരിയക്ക് ഇത്ര സ്പേസ് വേണം, ഇന്നതിന് ഇത്ര സ്പേസ് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ഒരു കമ്മിറ്റിയാണ്. കിട്ടിയോ വിഷ്ണുപ്രിയ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മുടെ ക്ലിയർ ആയി, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളപ്പോ അതൊന്ന് ശ്രദ്ധ കൊടുത്തിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ടൈം കഴിയാറായി, എന്നാലും നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ നോക്കണ്ട, നിങ്ങളുടെ ചിലപ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് 21 ഒക്കെ ആയിരിക്കും കിടക്കാം. 21 തന്നെയാണോ കിടക്കുന്നത്? മൊഡ്യൂൾ വൈസ് ആണെങ്കിൽ 21 ആണോ കിടക്കുന്നത്? CSSD എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് പേപ്പർ വൈസ് ആയിട്ട് നമുക്ക് തിരിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിലൊരു നമ്പർ വ്യത്യാസം വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആ ഒരു ചാപ്റ്റർ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD. നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. എന്താണ് CSSDയുടെ എക്സ്പാൻഡഡ് ഫോം? എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD എന്നറിയപ്പെടുന്നു. ഓക്കെ, ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? അല്ലെങ്കിൽ ആ ഒരു പേരിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ആശയത്തിലേക്ക് എത്താം. എന്താണ്? സ്റ്റെറൈൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ നടത്തുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു അല്ലെ. അവിടെ എന്തിന്റെയൊക്കെ സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്? എന്തിന്റെയൊക്കെയാ? വെരി ഗുഡ്, എക്യുപ്മെന്റ്സ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും എന്ത് ചെയ്തിരിക്കണം? വളരെ കൃത്യമായിട്ട് അത് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അണുനശീകരണം നടത്തിയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിലൂടെ ഒക്കെ ഈ ഒരു എക്യുപ്മെന്റ്സുകൾ കടന്നുപോയി നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് അവിടേക്ക് തന്നെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു? അത് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെയുള്ള ഒത്തിരി ഉപകരണങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട് അല്ലെ, മലിനമാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മലിനമാകുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവർ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് അവർ അതിൻ്റെതായ പ്രോസസ്സിങ്ങും കാര്യങ്ങളും സ്റ്റെറിലൈസേഷനും ഒക്കെ നടത്തി അതിനുശേഷം അണുമുക്തമാക്കിയതിനു ശേഷം തിരിച്ച് അവർക്ക് തന്നെ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ അണുവിമുക്തമാക്കുന്നത്? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ, പേഷ്യൻസിന്റെ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു CSSD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുവഴി നമുക്ക് ഇപ്പൊ ഒരു സർജറി ചെയ്യുന്ന ഒരു കേസാണെന്ന് വിചാരിക്കും. സർജറി ചെയ്യുന്ന ഒരു പേഷ്യന്റിന് സർജറി ചെയ്ത് കഴിയുന്ന ഒരു കേസിൽ അവരുടെ ഉപയോഗിച്ചിരിക്കുന്ന ആ സർജറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും എങ്ങനെയായിട്ടുണ്ടാവും? അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും അല്ലെ, അത് മലിനമായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, സെയിം എക്യുപ്മെന്റ്സുകൾ തന്നെ പിന്നീട് മറ്റൊരു പേഷ്യന്റിന് ഉപയോഗിക്കുമ്പോൾ അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ്? ആ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ആ മൈക്രോബ്സ്, അതിലുള്ള ആ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ മറ്റൊരു പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. പ്രധാനമായിട്ടും ആ സർജറി ചെയ്യുന്ന ആ ഒരു മുറിവ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. എന്തായിരുന്നു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് പഠിച്ചില്ലായിരുന്നോ? നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? എവിടെ ഉണ്ടാവുന്നതാണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടെങ്കിലും ഉണ്ടോ? ഓർമ്മയുണ്ടോ? നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. സർജറി സൈറ്റ്സുകളിൽ അല്ലെ, എവിടെയാണോ സർജറി നടത്തിയത് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സർജറീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴിയാണ് നമ്മൾ ആ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഉപകരണങ്ങളാണ് എടുക്കുന്നതെങ്കിൽ അത് ആ പേഷ്യന്റിന്റെ ആ ഒരു സർജറി ചെയ്ത ഒരു ഏരിയയില്, ആ മുറിവില്, മൗണ്ടില് അല്ലെങ്കിൽ ആ ഒരു മുറിവില്
ഉള്ളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഇങ്ങനെയുള്ള ആളുകളിലേക്ക് വരാതിരിക്കാണ്. വരുന്ന ഒരു പേഷ്യന്റിലേക്കും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വഴി എന്ത് ചെയ്യാൻ പാടില്ല, സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ഒരു CSST പോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ, ഉപയോഗിച്ചതായിട്ടുള്ള ഉപകരണങ്ങൾ കളക്ട് ചെയ്യുകയും അതിനെ പ്രോസസ് ചെയ്യുകയും സ്റ്റെറിലൈസേഷൻ പോലെയുള്ള എല്ലാ മെത്തേഡുകളും, കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ആ മെത്തേഡുകളിലൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അണുവിമുക്തമാക്കിയിട്ടുള്ള ഓരോ ഇക്വിപ്മെന്റ്സും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. കിട്ടിയോ? CSST അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഒരു എയിം എന്താണെന്നുള്ളത്, പ്രധാനമായിട്ടും അവർ എന്തിനെ ലക്ഷ്യം വെക്കുന്നത്, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. കിട്ടിയോ? സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSST എന്താണെന്നുള്ളൊരു ജനറൽ ഐഡിയ കിട്ടിയോ? ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് ജസ്റ്റ് പറയാം, അതിനുള്ള ടൈമല്ലേ നമുക്കുള്ളൂ. ഇൻട്രൊഡക്ഷൻ നോക്കുക കേട്ടോ. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, ഒരു ഇൻഫെക്ഷൻ നിയന്ത്രിക്കണം എന്ന ഒരു വ്യൂവിൽ നമ്മളൊന്ന് നോക്കിയേ. ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഈസ് ഡൺ അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഏതൊരു ഉപകരണവും അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. വളരെ ശരിയായ രീതിയിൽ അണുനശീകരണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇഫ് ഇൻസ്ട്രുമെന്റ് ആർ മൈക്രോബിയലി tainted എന്ന് പറഞ്ഞാൽ എന്താ, മലിനമാകുക അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവുക, എന്താണ്, അശുദ്ധിയാകുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി tainted. അപ്പൊ മൈക്രോബ്സ് മൂലം ഈ ഇൻസ്ട്രുമെന്റ്സ് എന്താവുന്നുണ്ട്, കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ മലിനമാകുന്നുണ്ട്. ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മുടെ ആ ഹോസ്പിറ്റലിലെ മറ്റു പേഷ്യൻസിന് ഉപയോഗിക്കുന്ന സമയത്ത് അത് ആ ഒരു കണ്ടാമിനേഷനുള്ള ഒരു സാധ്യത, അതാണ് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടാമിനേഷനുള്ള സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട് അല്ലെ. ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ ബൗണ്ട്സ്, അതുവഴി ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സർജിക്കൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, മുറിവുകൾ അല്ലെ. ആ സർജറി ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ മുറിവുകളില് ഇൻഫെക്ഷൻസ്, പിന്നീട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഇവരിലേക്ക് പകർന്നാൽ ആ ഒരു കാരണം കൊണ്ട് അവരുടെ ആ ഒരു മുറിവുള്ള ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു സർജിക്കൽ ആയിട്ടുള്ള ബൗണ്ടുകളില്, മുറിവുകളില് ഇൻഫെക്ഷൻസ് വരാം. As a result, the appropriate sterilization of surgical instruments is suggested as one of the basic and accepted measures against സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫലമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, വളരെ എന്താണ്, അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ഇങ്ങനെയുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എക്വിപ്മെന്റ്സിൽ വളരെ നല്ല ശരിയായ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അണുനശീകരണം മൂലമുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. സജസ്റ്റഡ് ആസ് വൺ ഓഫ് ദ ബേസിക്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു മെഷർ അല്ലെങ്കിൽ എന്താണ്, ഒരു നടപടിക്രമമാണ്. എന്തിനെതിരായിട്ടുള്ളതാ, ഒരു എഗെയിൻസ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ SSI. അപ്പൊ SSIയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, എന്താണ്, CSSD ചോദിക്കും. ഓക്കെ, അപ്പൊ SSI രണ്ട് എക്സ്പാൻഡഡ് ഫോംസ് നമ്മളിവിടെ പഠിച്ചു. CSSD എന്താണെന്ന് പഠിച്ചു, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പൊ SSI എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുകൾ, സർജറി ചെയ്ത ആ ഒരു ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരുന്നതിനെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വരാതിരിക്കാനായിട്ട് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള, അതുപോലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു നടപടിക്രമമാണ് എല്ലാ സർജിക്കൽ ഇൻസ്ട്രുമെന്റുകളും സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്.
കിട്ടിയോ? ആ പോയിന്റ് എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിയേ. എപ്പോഴും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ആ ഒരു വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെ സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകളെല്ലാം എപ്പോഴും പൂർണ്ണമായിട്ടും ഡിസിൻഫെക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ശുചീകരണം അണുനശീകരണം ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഉറപ്പുവരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെയുള്ള ഉപകരണങ്ങള് മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? അത് കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ മലിനമാവുന്നുണ്ട്. അത് എന്തിനാണ് കൂടുതൽ സാധ്യത വരുത്തുന്നത്? അതായത് ആ സർജറി നടത്തിയിരിക്കുന്ന ആ വൗണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു മുറിവില് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേഷൻസ് മൂലം ഇൻഫെക്ഷൻസ് കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ രീതിയിലും അതായത് ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ അതിനെ തടയാനായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും ഏറ്റവും അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇങ്ങനെയുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്യുക. വളരെ ശരിയായ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അണുവിമുക്തമാക്കുക എന്നുള്ളത്. കിട്ടിയോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലി ഡിപ്പാർട്ട്മെന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക. CSST-യുടെ ഫുൾ ഫോം എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എപ്പോഴും നമുക്ക് മാറിപ്പോവാവുന്ന ഒരു പേരാണ് അല്ലെ. എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ വേർഡ് അങ്ങോട്ട് മാറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലി ഡിപ്പാർട്ട്മെന്റ് അത് എന്താണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അതിൽ വരുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ മാറിപ്പോവില്ല കേട്ടോ. ഇനി ആ ഒരു സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കൺസിസ്റ്റ് ഓഫ് those services within a hospital which accepts എന്തൊക്കെയാണ് ഇതിൽ വരുന്ന സേവനങ്ങള്? അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അവർ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് സ്വീകരിക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? പ്രോസസ് ചെയ്യുന്നു. അതിൻ്റെതായ പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പ്രോസസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പൊ അവിടെ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സപ്ലൈസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനെ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അത് പിന്നെയും അവിടെ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ബോത്ത് സ്റ്റെറൈൽ ആൻഡ് non-sterile from all departments of the hospital for the care and safety of the patients. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ കെയർ, അവരുടെ ആ ഒരു പരിചരണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെയുള്ള സ്റ്റെറൈലും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സ്റ്റെറൈൽ നോൺ സ്റ്റെറൈൽ എന്ന് പറയുന്നത് അണുവിമുക്തമാക്കാത്തത്. അപ്പൊ അങ്ങനെയുള്ള അണുവിമുക്തമാക്കാത്തതായിട്ടുള്ള നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനെ അവർ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് പ്രോസസ് ഒക്കെ ചെയ്ത് അതിനെ തിരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ഇനി സ്റ്റെറൈൽ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രണ്ടും ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് വരുന്നത് അണുവിമുക്തമാക്കാത്തതും അത് കഴിഞ്ഞ് ഇവിടെ അണുവിമുക്തമാക്കി വെച്ചിരിക്കുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടിന്റെയും ഈക്വൽ ആയിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യലാണ് ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും വളരെ അണുവിമുക്തമല്ലാത്തതായിട്ടുള്ള എക്യുപ്മെന്റ്സിനെ സ്വീകരിക്കുകയും അതിനെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റെറൈൽ ആക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് അതാത് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ CSST എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ആ CSST എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളതൊന്ന് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. Thank you, ma'am.